ജീവിത കർമ്മചലനങ്ങൾ എന്തുമാവട്ടെ, മനസ്സ് അത് ബ്രഹ്മപൂജയാണെന്ന് ഓർമ്മിക്കുമെങ്കിൽ ജീവിതം ബ്രഹ്മയജ്ഞം എന്നാണ് കൃഷ്ണൻ പറയുന്നത്. യജ്ഞങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ യജ്ഞം ബ്രഹ്മയജ്ഞമാണ്. വേറെ പല യജ്ഞങ്ങളും ഇവിടെ നടക്കാറുണ്ടല്ലോ. ഏറ്റവും വലിയ യജ്ഞം ശ്രേയാൻ ദ്രവ്യമയാദ് യജ്ഞാത് ജ്ഞാനയജ്ഞപരം തപ. അല്ലെ അർജുന, ജ്ഞാനയജ്ഞം ഈ ബ്രഹ്മയജ്ഞമാണ് ഏറ്റവും വലിയ യജ്ഞം. വാസ്തവത്തിൽ എന്ത് എളുപ്പമുള്ള യജ്ഞമെന്നറിയാമോ? അഗ്നികുണ്ഡം വേണ്ട, ഹോമദ്രവ്യങ്ങളൊന്നും വേണ്ട, എല്ലാം ബ്രഹ്മം. ബ്രഹ്മാർപ്പണം, ബ്രഹ്മഹവേ, ഹവിസ് ബ്രഹ്മം തന്നെ, അഗ്നി ബ്രഹ്മം തന്നെ, ഹോമം ചെയ്യുന്നത് ബ്രഹ്മം. എന്തിന് ഹോമം ചെയ്യുന്നു? ബ്രഹ്മപ്രാപ്തി. അതിനെന്ത് വേണം? ആഹാരം പാചകം ചെയ്യുകയാണ്. അത് ബ്രഹ്മയജ്ഞം, ബ്രഹ്മപൂജയാണെന്ന് ഓർമ്മിക്കുക, അത്രേ വേണ്ടൂ. ഞാൻ അടുക്കളയിൽ ആഹാരം പാചകം ചെയ്യുന്നത് ബ്രഹ്മപൂജ, ബ്രഹ്മയജ്ഞം. വേറൊന്നും ആവശ്യമില്ല ബ്രഹ്മപൂജയ്ക്ക്. മഹാഭാരതത്തിലെ വ്യാസൻ, ധർമ്മവ്യാസൻ, ഇറച്ചി വെട്ടി വെക്കുന്നത് ബ്രഹ്മപൂജ എന്ന് തീരുമാനിച്ചു. അദ്ദേഹം മഹാജ്ഞാനിയായി തീർന്നു. മറ്റനേകം യോഗിമാരും മറ്റും അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്ന് ഈ ജ്ഞാനോപദേശം തേടി രക്ഷപ്പെടുന്നതായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇതാ വാൽമീകിയുടെ കഥയും അതാണ്. ഇത് കേട്ടപ്പോൾ വാൽമീകി, ആ കള്ളൻ, അതുവരെ കള്ളൻ്റെ പ്രവൃത്തിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ട് ഭാര്യയോടോ മക്കളോടോ ഒന്നും ദേഷ്യമൊന്നും, അല്ല ഭർത്താവിനോടോ ഒന്നും ദേഷ്യം തോന്നിയിട്ടൊരു കാര്യമില്ല. ആർക്കും ഏത് കുടുംബത്തിനും വേണ്ടി ഗംഭീരമായി പ്രവർത്തിക്കാം. പക്ഷേ കുടുംബവും കുടുംബാംഗങ്ങളും ഒക്കെ ഈശ്വരനും. ഈശാവാസ്യമിതം സർവം. ഉള്ളിലത് നല്ല ഉറപ്പ് വേണം. ഉള്ളിൽ കൃഷ്ണൻ അർജുനനോട് പറയുന്നത്, അർജുന, യുദ്ധം പോലും ബ്രഹ്മയജ്ഞം, ബ്രഹ്മപൂജയാണെന്ന് ഓർമ്മിക്കൂ. ഭീഷ്മരുടെ മാറിടത്തേക്ക് അമ്പയക്കുമ്പോൾ ബ്രഹ്മപൂജയാണെന്ന് ഓർമ്മിക്കൂ. ഭീഷ്മർ ബ്രഹ്മം, നീ ബ്രഹ്മം, അയക്കുന്ന അമ്പ് ബ്രഹ്മം, ബ്രഹ്മയജ്ഞം. ഭീഷ്മർക്ക് നേരെ അമ്പയക്കുന്നത് ബ്രഹ്മയജ്ഞം. അതൊന്നുമല്ല, എൻ്റെ അപ്പൂപ്പനാണ്, വലിയ ആളാണ്, അദ്ദേഹത്തെ കൊല്ലുന്നത് പാപം കണ്ട ചിത്തം പോയി. ചിത്തം എല്ലാം ബ്രഹ്മമാണെന്ന് ഉള്ള ശാസ്ത്രീയ സത്യം ഓർമ്മിക്കുന്നതിന് പകരം എൻ്റെ അപ്പൂപ്പൻ, എൻ്റെ ഇന്നാര്